കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു അപേക്ഷ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി പെട്ടെന്ന് ഈ കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. 15/6/2024 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 17/7/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 138/2024 ആണ്. കേരള PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. സ്റ്റെനോഗ്രാഫർ തസ്തികയാണ്. ഏകദേശം ഇതിന്റെ ശമ്പളം പറഞ്ഞിട്ടുള്ളത് 16,580 രൂപയാണ്. നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ശമ്പളവും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട. ശമ്പളം വേണ്ടിക്ക് നിങ്ങൾ നോക്കി അപേക്ഷിക്കാതിരിക്കാം, അത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട. കാരണം വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. കേരള PSC ആണ്. അപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. 2/1/1988 1/1/2006 ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBCക്ക് 3 SC/STക്ക് 5 വർഷത്തെയും പ്രായത്തിലിളവ് നൽകപ്പെടുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ KGTE അല്ലെങ്കിൽ MGTE ടൈപ്പ് റൈറ്റ് ഇംഗ്ലീഷിൽ ഹയർ ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷിൽ ലോവർ ഓർ ഇക്വലന്റ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റ് മലയാളം ലോവർ ഉള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ KGTE ഷോർട്ട് ഹാൻഡ് മലയാളം ലോവർ ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.